ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ഇതെനിക്ക് ജീവിക്കണം, എനിക്ക് അഭിനയിച്ച് തന്നെ ജീവിക്കണം. ഞാൻ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒരു മിനിമം ക്വാളിറ്റി, അതൊരു സിനിമയായിരിക്കണം. കാണുന്നവന് ഭയങ്കര മോശം എന്ന് പറയാനോ, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് കിട്ടണം, വിഷ്വലിയോ മ്യൂസിക്കലിയോ. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തൊരു വളരെ മോശം പടത്തിൽ ഞാൻ പോയി അഭിനയിക്കരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ സിനിമ വന്നത് ഇക്കാടെ പേരിലാണേലും എനിക്ക് അവസരങ്ങൾ ഇങ്ങോട്ട് ആദ്യം വന്നത് 1-2 സിനിമയൊക്കെ എങ്ങനെ വരുള്ളൂ. ആ ഒരു കോട്ട കഴിഞ്ഞെന്റെ. ഇനി ഞാൻ തന്നെ പണിയെടുത്താലേ എനിക്ക് വരത്തുള്ളൂ. സിനിമ പറഞ്ഞു തരാൻ പറ്റില്ലടാ, അത് നീ തന്നെ ആ വഴി പോയി പഠിച്ചെടുത്താലേ പറ്റുള്ളൂ. എനിക്കറിയില്ല അതെന്താ, എങ്ങനെ ആളുകളോട് സംസാരിക്കണം എങ്ങനെയാണെന്നൊന്നും. ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നീട് അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? എന്തിനാണ് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? എല്ലാവരോടും ഞാൻ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു. പക്ഷെ എന്റെ സംസാരങ്ങൾ ഇടയ്ക്ക് എവിടേക്കോ സെറ്റിലൊക്കെ പ്രശ്നമായിട്ടുണ്ട്. ഈ അവാർഡൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് എന്നെ എത്ര പേരുണ്ടെങ്കിലും പുള്ളി എന്നെ നോക്കുമ്പോ എനിക്ക് മനസ്സിലാവും എന്തോ നമ്മൾ നേടിയിടാ എന്നുള്ളൊരു സാധനം. ആ ഒരു ഹഗ്ഗിൽ എനിക്ക് മനസ്സിലാവും. എനിക്ക് ഒരു നിമിഷം ഇക്കാടെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്റെ പിടിവിട്ടു. ജീവിതം കുറച്ചുകൂടെ ആസ്വദിച്ചു തുടങ്ങി. വാപ്പ, ഉമ്മ, ഞാൻ, ഇക്ക, എത്താത്ത പിള്ളേര്. ചില ആളുകൾ പറയും നമുക്ക് വന്ന് വരുന്നവരാണ് നമ്മളെ കുടുംബം. അത് കൃത്യമായി ഫലിച്ച ഒരു കുടുംബമാണ്. പെരുന്നാളിനൊക്കെ മറ്റേ വീട്ടിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഇത്തത്തെ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ട് പറയും, ഇത് നിന്റെ പൈസ നീ ഉമ്മാക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കണം. ഭാഗ്യമാണല്ലോ ഇത്. എന്റെ മാർക്ക് ലിസ്റ്റ് നോക്കി റെക്കമെൻഡേഷൻ ഇത് നോക്കിയിട്ട് പറഞ്ഞു, ആ കൗൺസിലറിനോടൊന്ന് പോയി പറയണോട്ടോ, ഇത്രയും കുറഞ്ഞ മാർക്കുള്ളവർക്കൊന്നും എവിടെ അഡ്മിഷൻ ഒന്നും കൊടുക്കൂല. ഞാൻ മറ്റേ വാപ്പാടെ പുറത്ത് നോക്കിയ പുള്ളി പറയുന്നു, ഞാനങ്ങ് തുരന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയാലോ എന്ന് ആലോചിച്ചു. വാപ്പ, ഞാൻ ആ കൗൺസിലർ എന്റെ മകനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചിരുന്നേടാ, നീ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് എക്സ്പെക്ടേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണോ എന്നെ വെക്കണത്? എന്റെ പടമാകുമ്പോ ആൾക്കാർ പ്രതീക്ഷിക്കില്ലാത്ത ഓർത്താണ്. നിങ്ങള് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഇതാണ്. എനിക്കൊന്ന് തിയേറ്ററിൽ കാണാൻ, എന്നെ തന്നെ അല്ലെങ്കിൽ എന്റെ ഫാമിലിനെ കൊണ്ടുപോയി കാണിക്കാൻ, എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടുപോയി കാണിക്കാൻ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നമസ്കാരം. ഒരു സിനിമ പുതിയത് ഇറങ്ങിയാണ്. അത് ഞാൻ 2024 ഷോർട്ട് ഫിലിം ഇറങ്ങിയപ്പോൾ കണ്ടു, സംഭവം എന്ന് പറഞ്ഞ്. ആ ഷോർട്ട് ഫിലിം സിനിമയാവുന്നു എന്ന് കാണുമ്പോൾ ആ കാണാൻ ആഗ്രഹം ഒത്തിരിയുണ്ട്. അതിലെ നായകൻ അസ്കർ അലിയാണ്. അസ്കറെ, ഗംഭീരമായിരുന്നു ആ ഷോർട്ട് ഫിലിം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം ട്രെയിലർ ഇറങ്ങി, ആളുകൾ കണ്ട് നല്ല അഭിപ്രായം വരുന്നു. ആ ഒരു അവസ്ഥയിൽ അസ്കറിനെ എനിക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അസ്കറിൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും ഇത്. ഞാൻ യാതൊരു മാറ്റമില്ല എന്ന് ഞാൻ തുറന്നു പറയാൻ കഴിയും. എങ്ങനെയുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ? പിന്നെ ഇതൊരു സിനിമയാകും ഞാൻ അതിനകത്തുണ്ടാവുമെന്ന് അന്ന് വല്ലതും അറിവുണ്ടായിരുന്നു? ഇല്ല, നമ്മൾ ഇതിനു മുമ്പ് വേറൊരു സ്റ്റോറി ഇതേ ഡയറക്ടറായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാ. അപ്പൊ ആ സമയത്ത് നമ്മൾ കുറെ പ്രൊഡ്യൂസറിന്റെ പുറകെ നടന്നിട്ട് ഒന്നും അങ്ങോട്ട് കരക്കെടുത്തില്ല. ആ സമയത്താണ് ഇവര് ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ഭാഗ്യം കൊണ്ട് അവന്മാരുടെ കഴിവുകൊണ്ടും ആ ഷോർട്ട് ഫിലിം ഭയങ്കര രസമായി, എല്ലാരും കണ്ട്. നമുക്ക് പിന്നെ പ്രൊഡ്യൂസറെ തേടി പോകേണ്ട വന്നില്ല. ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വിളിച്ച് പടം ഈ ഷോർട്ട് ഫിലിം സിനിമയാക്കുവാണെങ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുമായിരുന്നു. പിന്നെ അവന്മാര് എന്നോടുള്ളൊരു സ്നേഹം കാരണം എന്നെ തന്നെ ഫിക്സ് ചെയ്ത്. അങ്ങനെയാണ് നമ്മള്. അത്യാവശ്യം അവര് നല്ല അടിപൊളി പിള്ളേരാണ്, കഴിവുള്ളവരാണ്, പിറവങ്കാരാണ് അല്ലെ, തൊട്ടടുത്താണ് നമുക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഷോർട്ട് ഫിലിമിൽ പറഞ്ഞു വെക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ ഒരു കുറച്ച് സമയം കൊണ്ട് ആ ഷോർട്ട് ഫിലിം തീർന്നുമാണ്. പിന്നീട് എന്താണെന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ഷോർട്ട് ഫിലിം കണ്ടവരെല്ലാവരും ഇതെന്താണെന്ന് അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സിനിമയിലൂടെ പറഞ്ഞു പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഹാഫ് നമ്മുടെ ഷോർട്ട് ഫിലിമിലൂടെ യാത്ര ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിലേക്കാണ് അത് പോകുന്നത്. എങ്ങനെയാണ്? എന്തായാലും ആ ഷോർട്ട് ഫിലിമിൽ നിങ്ങൾക്ക് കാണാൻ ഇനി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഈ സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു കംപ്ലീറ്റ് ആ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കറക്റ്റ് കിട്ടും. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ആ ഷോർട്ട് ഫിലിമിൽ 2 പോലീസുകാരായിരുന്നല്ലോ. അകത്ത് വിട്ട് പോകുന്ന ഒരു തമിഴ് പോലീസ് സ്റ്റേഷനിൽ ഒരാളും ആ പോലീസിന്റെ വേഷത്തിലാണല്ലോ വരുന്നത്. നമ്മളെ അവിടെ ജോയിൻ ചെയ്തിട്ട് അന്വേഷണത്തിന് പോകുന്ന ഒരു ആളായിട്ടാണല്ലോ വരുന്നത്. അത് ഷോർട്ട് ഫിലിമുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ. ഇനി പ്രഷർ കമ്പയർ ചെയ്യും, അസ്കർ എന്തായിരിക്കും അന്നത്തെ ചെയ്ത പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്തു. ആ അന്നത്തെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഞാനിത് ചെയ്താൽ ഇത് ഓക്കെ ആയിരിക്കും സ്വയം തോന്നിയായിരുന്നു?
അതിന്റെ ഡയറക്ടറും റൈറ്ററും ഒരാൾ തന്നെയാണ്. അവർക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. അവർക്ക് ഞാൻ ചോദിച്ചിരുന്നു, എടാ നീ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് എക്സ്പെക്ടേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണോ എന്നെ വെക്കണത്? എന്റെ പടമാകുമ്പോ ആൾക്കാർ പ്രതീക്ഷിക്കില്ലാത്ത ഓർത്താണ്. ഇല്ല, നിങ്ങള് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാര്യം ഭയങ്കര സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് ഒന്നും അല്ല, പക്ഷെ അവിടെ ചെന്ന് പെടാൻ പോകുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ആ കാടിന്റെ അകത്ത്. അത് ചെയ്യാൻ നമ്മളെപ്പോലെ ആരെങ്കിലും വേണമെന്ന് അവന് നിർബന്ധം ഉണ്ടായിരുന്നു. അതിലെ ബാക്കി ക്യാരക്ടേഴ്സ് വരുമ്പോൾ പിന്നെ ഈ ഷോർട്ട് ഫിലിമിൽ ആ വളരെ ചെറിയൊരു സെഗ്മെന്റേ കാണിച്ചിട്ടുള്ളൂ. അത് സിനിമയാവുമ്പോഴത്തേക്കും ഓരോ ക്യാരക്ടേഴ്സും ഈ ക്യാരക്ടേഴ്സ് എത്തുന്നതും പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നതും ഒക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. അതൊരു പ്രോപ്പർ സിനിമയാണ്. അത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി പറയാൻ പറ്റുന്ന ഒരു എന്തായാലും നമ്മൾ മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു കഥയും കഥാപശ്ചാത്തലവുമാണ്. ഫുൾ ഫോറസ്റ്റിലായിരുന്നല്ലോ ഷൂട്ട് അല്ലേ? നമുക്കൊരു 95% ഫോറസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഫോറസ്റ്റ് ഇറങ്ങിയ ഒരു ഷൂട്ട് ഹിറ്റ് അടിച്ച് എക്കോ ആയിരുന്നു അല്ലെ? എക്കോ കണ്ടു, നമ്മളെല്ലാരും കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഇത് ഫോറസ്റ്റിനെ കുറിച്ച് വിഷ്വൽ ഉണ്ടല്ലോ, ഇതിന്റെ വിഷ്വൽ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ തോന്നുവാണ്. ആ ക്യാമറ കണ്ണുകൾ വളരെ രസകരമായിട്ടാണ് ചെയ്ത്. ക്യാമറയൊക്കെ ആരായിരുന്നത്? ക്യാമറ നവീൻ എന്ന് പറഞ്ഞ പുതിയ DOP ആണ്. എനിക്ക് തോന്നുന്നു നവീന്റെ ബംബ്ലിംഗ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അതിന്റെ ഡയറക്ടറും ക്യാമറമാനും നവീൻ തന്നെയായിരുന്നു. അതായത് ഒരു കൂട്ടം ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേരായിട്ടാണ് ഇത്തവണ ഇറക്കം. അവര് അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മ്യൂസിക്കും ഗോഡ്വിൻ എന്ന് പറഞ്ഞ പുതിയ ഒരു പയ്യനാണ്. അവനും ഗംഭീരമായിട്ട് ഷോർട്ട് ഫിലിമിന്റെ മ്യൂസിക്കും അവര് തന്നെയായിരുന്നു. അവര് ഒരേ ടീമാണ്. പിന്നെ എഡിറ്റർ അർജുൻ, അവൻ തന്നെയാണ് ഷോർട്ട് ഫിലിം എഡിറ്റ് ചെയ്തത്. അപ്പൊ ഇവര് ഈ സെയിം ടീമും ഒക്കെ തന്നെയാണ് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ. പിന്നെ നമുക്ക് ഈ സിനിമ കണ്ടാണ് വിഷ്ണു ഗോവിന്ദ് മ്യൂസിക് സൗണ്ട് ഡിസൈൻ എടുത്തേക്കുന്നത്. അത് വിഷ്ണു ചേട്ടൻ അത് കണ്ട് ആ സിനിമ ഇപ്പൊ എക്കോ കഴിഞ്ഞിട്ട് വിഷ്ണു ചേട്ടൻ അത് ചെയ്യണം എന്ന് നോക്കുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു വിഷ്ണു ചേട്ടൻ വേറെ ചെയ്യുന്നത് തരുൺ ചേട്ടന്റെ പടമാണ്, ലാലേട്ടൻ പടമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ പടം കണ്ട് വിഷ്ണു ചേട്ടൻ അത് എടുത്ത് ചെയ്യണം, വർക്ക് ചെയ്യണം എന്നൊക്കെ തോന്നിയെങ്കിൽ ഇതില് ഒരിക്കലും എടുക്കില്ല, ഒരു മാറ്റമില്ല, ഒരിക്കലും എടുക്കില്ല. ഈ ഷോർട്ട് ഫിലിം കണ്ടവരെല്ലാവരും ഈ പറഞ്ഞു വെച്ച് ഇതിന്റെ പൂർണ്ണത കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ഇപ്പൊ ഞാൻ തന്നെ പറയും, ഈ സിനിമയുടെ ഒരു പൂർണ്ണത കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞ് ഇപ്പം ഈ സിനിമ ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ആസിഫ് അലിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ആസിഫ് അലിയുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ആസിഫ് അലി എന്ത് പറഞ്ഞു? ഇക്കാന് ഈ ട്രെയിലറിന്റെ ഇത് ഇറക്കുന്നതിനൊക്കെ മുമ്പ് ഞാൻ ജസ്റ്റ് TV വെച്ചിട്ട് ഇക്കാക്ക് എന്താ ഈ സിനിമയുടെ കഥയെന്ന് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ട്രെയിലർ ചുമ്മാ TV ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് ഒരു സാധനം ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞാണ് ഇരുന്ന് കണ്ടത്. കണ്ടു കഴിഞ്ഞ് പറഞ്ഞ പുള്ളി എന്നോട് എടാ ഇത് കൊള്ളാലോ പരിപാടി, രസമുണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലേ. കാര്യം എല്ലാവർക്കും ഭയങ്കര വർക്കായി. ഞാനിപ്പോ ഇത്താത്ത എന്നോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഇത്താത്ത ഇവർക്ക് ആർക്കും കഥ അറിയില്ല. ഇത്താത്ത എന്നോട് ചോദിച്ചത് എടാ ഇത് ഒരു 2 പോലീസുകാരുടെ കഥയാണോ, അതിന്റെ ആ ഷോർട്ട് ഫിലിമാണ്? ഇവരെല്ലാം ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്. അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഈ ഷോർട്ട് ഫിലിം കണ്ടവർക്കൊക്കെ ഈ സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം എന്തായാലും വരും. കാര്യം ആ ഷോർട്ട് ഫിലിം അതുപോലെ ഒരു ടെൻഷനിലാണ് കൊണ്ട് നിർത്തിയത്. അതെ ഉള്ളിൽ നിർത്തി തീർത്തേക്കുവാന്ന് പറയും ചില സിനിമയുടെ. കൃത്യമാണ്, അങ്ങനെ കൊണ്ട് നിർത്തിയേക്കാണ്. നമുക്ക് അതാണ് ഇത് കാണാനുള്ള ആഗ്രഹം കൂടുതൽ. ഒത്തിരി കഥാപാത്രങ്ങളൊന്നുമില്ല, കുറച്ച് കഥാപാത്രങ്ങളും. ആരൊക്കെയായിരുന്നു ഇതിനകത്തുള്ളത്? ഇതില് വിനീതേട്ടനുണ്ട്, അസീം ജമാൽ, അസീമിക്ക ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, അങ്ങനെ പിന്നെ കുറച്ച് പുതിയ ആൾക്കാരുണ്ട്. ഭയങ്കര രസമായിരുന്നു അവരൊക്കെ ആയിട്ടുള്ള പരിപാടി അല്ലേ. കാര്യം നമുക്ക് കാട്ടിലാണല്ലോ ഷൂട്ട്. ഒരു രാവിലെ കയറി കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് ഇല്ല, ഒരു ശല്യങ്ങളും ഇല്ല, നല്ല തണുത്ത ഓക്സിജൻ. പിന്നെ ഇടയ്ക്ക് വല്ല പാമ്പോ പുലി നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അതിന്റെ അകത്ത് കയറുമ്പോ പാമ്പൊക്കെ ഉണ്ടോ അതല്ല. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ അടുത്ത് പാമ്പൊക്കെ ചുറ്റി നിൽപ്പുണ്ട്, വലിയ പ്രശ്നമില്ല, അവരെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോകുന്നില്ല. അസ്കർ ചെയ്തു വെച്ചിന് കുറെ സിനിമകളാണ്, പക്ഷെ അതിലൊക്കെ അസ്കറിന്റെ ഏറ്റവും പ്രതീക്ഷ ഈ സിനിമ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനും
ഇത് നമ്മള് ഈ കൊല്ലം ഇപ്പൊ അടുത്തടുത്ത് 3ാമത്തെ ഇന്റർവ്യൂ ആണ് ഇക്കായിട്ട്. ആദ്യത്തെ ഇന്റർവ്യൂന്ന് പറയുമ്പോ ഇക്ക ഞാൻ ഇത്തവണ 3 തവണ ഇക്കടെ മുന്നിൽ വരും, 3ാമത്തെ തവണ അടിക്കും എന്നുള്ളത് അടിക്കണത് വിശ്വാസമാണ് അതിന്റെ മനസ്സിലത്. അത് അടിക്കണം എന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. ഇത്ര നാളുകളായി നമ്മൾ സിനിമയിലുണ്ട് അല്ലേ. നമ്മൾ സ്വയം ഐഡന്റിറ്റിയിലാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇപ്പം ആസിഫ് അലി ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് ഇക്കാക്ക ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ ആ ഐഡന്റിറ്റി ഇല്ല, നമ്മൾ അസ്കർ അലി ആയിട്ട് തന്നെയാണ് സിനിമയിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ വേറെ ലെവലിലേക്ക് പോകാം ചിലപ്പം. ആ രീതിയല്ല നമ്മൾ നോക്കും. പക്ഷെ നമ്മുടെ സ്വയം അധ്വാനം, നമ്മുടെ അഭിനയം, ആ രീതിക്ക് തന്നെയാണ് സിനിമയിലേക്ക് പോകുന്നത്. അതിൽ എപ്പോഴെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ? ഇല്ല, നിരാശ തോന്നിയിട്ടും കാര്യമില്ലല്ലോ. നമ്മള് അങ്ങനെ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ സിനിമ വന്നത് ഇക്കാടെ പേരിലാണേലും എനിക്ക് അവസരങ്ങൾ ഇങ്ങോട്ട് ആദ്യം വന്നത് 1-2 സിനിമയൊക്കെ അങ്ങനെ വരുള്ളൂ. ആ ഒരു കോട്ട കഴിഞ്ഞെന്റെ. ഇനി ഞാൻ തന്നെ പണിയെടുത്താലേ എനിക്ക് വരത്തുള്ളൂ. കാര്യം അൾട്ടിമേറ്റ്ലി ഇത് പടം കാണാൻ പോകുന്നത് എന്റെ ഫാമിലി മാത്രമല്ലല്ലോ, പ്രേക്ഷകരാണ്. പ്രേക്ഷകർക്ക് നമുക്ക് അഭിനയിക്കാൻ അറിയാം, അല്ലെങ്കിൽ അവരുടെ ചിന്തയ്ക്കൊപ്പം നമ്മൾ ഉയരുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ നമ്മുടെ സിനിമയ്ക്ക് കയറുള്ളൂ. ആ ഒരു പാഠം കഴിഞ്ഞിട്ട് നമ്മള് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ഇതെനിക്ക് ജീവിക്കണം, എനിക്ക് അഭിനയിച്ച് തന്നെ ജീവിക്കണം. പണ്ട് ആസിഫും പറഞ്ഞ ഇത് തന്നെയാണ്, എനിക്ക് അഭിനയിക്കണം. പണ്ട് ആസിഫും അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷെ അത് ഒരു ഇതിലെത്തി. പക്ഷെ ഇപ്പോഴും പറഞ്ഞ ആ ഡയലോഗുണ്ടോ വലിയ നമുക്ക് തന്നെ ഉള്ളിൽ ഒരു പെയിനാണ് കേട്ടോ. എനിക്കത് ചെയ്യണം, എനിക്ക് അഭിനയിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ എത്രമാത്രം അതിലേക്ക് ഇറങ്ങിയിരിക്കും. ആഗ്രഹിച്ചു തുടങ്ങി, അത് അത്രയും ഇഷ്ടപ്പെട്ടു ആഗ്രഹിച്ചുമാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ അത് തന്നെ വഴി ചെയ്യുക, ആഘോഷിച്ചങ്ങ് ചെയ്യുക. അതെ, അത്രേ ഉള്ളൂ. വാപ്പിച്ച് എന്ത് പറയാനുണ്ട്? വാപ്പിച്ച് പറയാൻ എനിക്ക് നമ്മൾ എന്തായാലും ഒരു കാര്യം, എനിക്ക് ഇത്ര സ്വാതന്ത്ര്യത്തിൽ ചോദിക്കാതെ തന്നെ ഞങ്ങൾ തൊട്ട അയൽവാസികളാണ്. ഞങ്ങൾ ഡെയിലി അങ്ങോട്ടും കാണുന്നതാണ്. തൊടുപുഴക്കാരാണ്. ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിറ്റി ഉണ്ടപ്ലാവാണ്. ആ ഉണ്ടപ്ലാവ് എന്ന ഗ്രാമത്തിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയുടെ ഒരു ഗ്രാമത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്ന 2 കഥാപാത്രങ്ങളാണ് ആസിഫ് അലിയും അസ്കർ അലിയും. അതുകൊണ്ടാണ് ഞാൻ വാപ്പച്ചിയുടെ കാര്യമൊക്കെ ചെയ്യുന്നത്. വാപ്പച്ചിയൊക്കെ എന്ത് പറയാറുണ്ട്? വാപ്പ ഭയങ്കര സന്തോഷം. ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് വാപ്പയുടെ മുഖത്തൊരു തെളിച്ചം വന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും ഇതൊരു എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല, ഇത് ഇനി എന്നോട് ആർക്കും ഒരു പ്രതീക്ഷ ഇല്ലാത്തോണ്ടാണോന്ന് അറിയത്തില്ല. ഇത് കാണുമ്പോ എല്ലാവർക്കും എന്നോട് ഭയങ്കര എല്ലാവർക്കും ഒരു സന്തോഷം. വാപ്പ ആദ്യമായിട്ട് എന്നോട് ഇത് കണ്ടിട്ട് എന്ത് രീതിയിലാണ് വാപ്പ കുറച്ച് സൈലന്റാണ് എന്റെ അടുത്ത്. പക്ഷെ ഞാൻ സിനിമ ഇത് കിട്ടി കാണിച്ചപ്പോഴത്തേക്ക് വാപ്പ മുഖം പെട്ടെന്ന് തെളിഞ്ഞിട്ട് ഇത് കൊള്ളാലോടാ എന്ന് തന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ വാപ്പച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു സിനിമ എന്നുള്ള ഒരു സ്വപ്നമൊന്നും ഇല്ലായിരുന്ന ഒരാളായിരുന്നു. സിനിമ എല്ലാം കാണുമായിരുന്നു. അതാ ഞാൻ പറയാം, സിനിമ എല്ലാം. പക്ഷെ ആസിഫ് ഒന്നും ഒരിക്കലും സിനിമയിൽ വരുമെന്ന് അങ്ങനെ ഒരു പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. ആസിഫിക്ക് ഒരു ആങ്കർ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട് എസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവിട്ട ഒരു ചരിത്രം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് ആസിഫ് അങ്ങ് കയറി, അതിനുശേഷം അസ്കറും വരുന്നു. 2 നടന്മാരാണ് വീട്ടിലല്ലേ, 2 നടന്മാരാണ് വീട്ടിൽ. 2 പേരും പല സ്ഥലങ്ങളിലായിരിക്കും ഷൂട്ടിന് പോകുന്നത്. അപ്പോൾ വാപ്പച്ചി ഉമ്മച്ചി മാത്രമേ ഉള്ളൂ. പിന്നീട് നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഉറവിടം ആ വീട്ടിൽ കാണാറുണ്ട്, എപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. 2 പേരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ എന്തൊക്കെയായിരിക്കും വീട്ടിൽ സംസാരിക്കുക? ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മള് ജീവിതം കുറച്ചുകൂടെ ആസ്വദിച്ചു തുടങ്ങി. വാപ്പ ഉമ്മ ഞാൻ ഇത്താത്ത പിള്ളേര്, ഇത് കുറച്ചുകൂടെ നമ്മൾ ഈ സമയം സ്പെൻഡ് ചെയ്യാനും അല്ലെ തമാശകൾ പറയാനും ഇതൊക്കെ എന്താന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ അത് ഭയങ്കര കൂടി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വാപ്പായാണെങ്കിലും ഞാനും ഇക്കായും ഒക്കെ ഒരുമിച്ചിരുന്ന് തമാശ പറഞ്ഞ് ചിരിക്കാനും, ഇതൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട് ഇത്. പിന്നെ അതിലൊരു കാരണം എന്റെ ഇത്താത്ത വന്ന പിന്നെ വീട് അത്രയും ഒരു ഇതായത്. അപ്പോ അങ്ങനെ ഒരു കണക്ഷനും ഇപ്പൊ നമ്മൾ ഓരോ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഓടി വീട്ടിൽ വരാനും അല്ലെങ്കിൽ വാപ്പ ഉമ്മാനെ എറണാകുളത്ത് കൊണ്ടുവന്ന് നിർത്താനും ഇവരെപ്പോഴും കണ്ടോണ്ടിരിക്കാനും പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി, സന്തോഷത്തിലും സങ്കടത്തിലേക്ക്. അപ്പൊ നമ്മള് ജീവിതം കുറച്ചുകൂടെ ആസ്വദിച്ചു തുടങ്ങി. ഇപ്പൊ ഈ വാപ്പച്ചി തൊടുപുഴയിലാണെങ്കിലും കൂടുതൽ സമയം എറണാകുളത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നോക്കാറുള്ളത്. എൻ്റെ പറയും, ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ എറണാകുളത്താണെന്ന് പറയും, ചിലപ്പോൾ വിളിക്കും, ചിലപ്പോൾ തൊടുപുഴയാന്ന് പറയും. കൂടുതൽ എറണാകുളത്തേക്ക് വന്ന് നിന്ന് നിങ്ങളെല്ലാവരും ഒരുമിച്ചാണല്ലോ. ഇത്താത്തയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്, ഇത്താത്തയുടെ ഒരു വരവ് ഈ കുടുംബത്തിലേക്ക് ഉണ്ടായ ഒരു ഐശ്വര്യം വലുതായിരുന്നു. അത്തരം ഒരു ഫാമിലിയാണ് വന്നത്. ഇത്താത്തയുടെ ഉമ്മയാണെങ്കിലും നമുക്കറിയാമല്ലോ, ആസിഫിലയുടെ ഈ തോണത്തെ ഒരു ഫോട്ടോ വലിയ വൈറലായിരുന്നല്ലോ, ഉമ്മനെ കുറിച്ച് എഴുതിയിട്ട്. അത് ഭയങ്കര വൈറലാണ്. പക്ഷെ ആ സ്നേഹമാണ്. ചില ആളുകൾ പറയും നമുക്ക് വരുന്നവരാണ് നമ്മളെ കുടുംബം. അത് കൃത്യമായി ഫലിച്ച ഒരു കുടുംബമാണ് മരവെട്ടിക്കൽ ഷൗക്കത്ത് അലിയുടെ കുടുംബം എന്ന് എനിക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റും. അതിന് ബിഗ് സല്യൂട്ട് ഇത്താക്കും കുടുംബത്തിനുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ അല്ലേ? ഭയങ്കര ഭാഗ്യമാണ്. ഈ ഇക്കാക്ക് അവാർഡ് കിട്ടി, അതൊക്കെ ആഘോഷം ഞാൻ കണ്ടിരുന്നല്ലോ. അവാർഡ് കിട്ടി ആ സമയത്തൊക്കെ എന്താണ് തോന്നിയത് അസ്കറിന്?
അവിടെ കിട്ടിയിട്ട് നമ്മള് ഒരുമിച്ചാണ് ഇരുന്ന് വാർത്ത കണ്ടോണ്ടിരിക്കുന്നത് പ്രസ് മീറ്റില്. അപ്പൊ അത് കണ്ടറിഞ്ഞ ഇക്ക വാപ്പാനെ ആദ്യം വിളിച്ചു, വാപ്പാ എനിക്ക് അവാർഡ് കിട്ടിട്ടോ. കാര്യം അതൊരു സ്വപ്നമല്ല. വാപ്പാടെ ടൈമിൽ വാപ്പാക്ക് കിട്ടുന്ന ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ആണല്ലോ ഇക്കൊക്കെ. വാപ്പ തൊടുപുഴയിലായിരുന്നു. അപ്പൊ വാപ്പ അന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. വാപ്പാക്ക് ടെൻഷൻ ഇതാവാൻ പറ്റുന്ന. ഞാൻ വീട്ടിൽ ഇരുന്നു വാപ്പാടെ ടിവിയിൽ വാപ്പാടെ റൂമിൽ ഇരുന്ന് കാണുമ്പോൾ അതാണല്ലോ ഏറ്റവും കംഫർട്ടായിട്ട് ഏറ്റവും വാർത്തകൾ കാണുന്ന ആ ചാനലിൽ തന്നെ വാപ്പ കാണട്ടെന്ന് വെച്ചു. നമ്മൾ എന്നിട്ട് നേരെ തൊടുപുഴയ്ക്ക് വന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. തൊടുപുഴയ്ക്ക് പോയി പിന്നെ അന്ന് തന്നെ പോയോ? അന്ന് തന്നെ പോയി. രാത്രി കണ്ടിട്ട് എല്ലാം കണ്ടിട്ട് പോയി നമ്മള് വീട്ടിൽ പോയി വാപ്പാനെ ഉമ്മാനെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ തിരിച്ചു വന്നത്. അന്ന് രാത്രി തന്നെ നിങ്ങൾ തൊഴിൽ എത്തി. പിന്നെ അതിനുശേഷം തിരിച്ചു വരുന്നത്. അതെ. ആസിഫ് നിങ്ങളുടെ ഉപദേശം എന്തായിരിക്കും? എനിക്ക് കൂടുതൽ ഉപദേശങ്ങൾ തന്നിട്ടില്ല. എന്നോട് ഈ പറഞ്ഞ ആളുകളോട് നന്നായിട്ട് സംസാരിക്കുക, പെരുമാറുക, ആളെ നോക്കി സംസാരിക്കുക, അതൊന്നും ആദ്യമേ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സിനിമ വന്ന സമയത്തൊക്കെ എനിക്ക് കോളേജ് ഹോസ്റ്റൽ പോലെയായിരുന്നു സിനിമ സെറ്റ് എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പൊ എനിക്ക് എല്ലാവരും ഫ്രണ്ട്സ്, എല്ലാവരോടും ഞാൻ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു. പക്ഷെ എന്റെ സംസാരങ്ങൾ ഇടയ്ക്കോ എവിടേക്കോ സെറ്റിലൊക്കെ പ്രശ്നമായിട്ടുണ്ട് എന്ന് ഞാൻ പിന്നീട്, ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ ഞാൻ പിന്നീട് കുറെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ, നമ്മൾ ആളുകളെ കാണുന്നു, ആളുകളെ മനസ്സിലാക്കുന്നു, ഇത് പഠിച്ചു വരണം. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു 20 തൊട്ട് ഒരു 30 വയസ്സ് വരെ കുറച്ച് ടഫാണ്. ആ ജീവിതം അവിടെയാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് തെരഞ്ഞെടുക്കണം, എന്ത് വേണോന്നുള്ളത്. അവിടെ നിന്ന് നമ്മുടെ കരിയർ മാറും, നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഈ ആളുകൾ പറഞ്ഞുണ്ടാക്കിയ വ്യാഖ്യാനങ്ങളാണല്ലോ അസ്കറിന് ഒരു വേദനയായതും സിനിമകളിൽ നിന്നൊരാ മാറി അകന്ന് നിന്നൊരു ചരിത്രം പോലെ ആവുന്ന പോലെയായി. ഇവര് പറയുന്ന വാക്കുകളാണ്, നമ്മൾ പോലും അറിയുന്നില്ല, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ അത് വേദന. പിന്നീട് അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ അസ്കർ? എന്തിനാണ് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? അവർക്ക് എന്ത് കിട്ടി, എന്ത് സുഖം കിട്ടി അവർക്ക്? അത് എനിക്ക് അറിയത്തില്ല. പിന്നെ എപ്പോഴോ സിനിമ എങ്ങനെയാണ്, സിനിമ നമ്മളെ ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല, അനുഭവിച്ചേ പഠിക്കാൻ പറ്റുള്ളൂ. അത് പണ്ടൊക്കെ എന്നോട് സിനിമ ഹണീബി ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഒക്കെ എന്നോട് പറഞ്ഞത്, സിനിമ പറഞ്ഞു തരാൻ പറ്റില്ലടാ, അത് നീ തന്നെ ആ വഴി പോയി പഠിച്ചെടുത്താലേ പറ്റുള്ളൂ. എനിക്കറിയില്ല അതെന്താ, എങ്ങനെ ആളുകളോട് സംസാരിക്കണം എങ്ങനെയാണെന്നൊന്നും. ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അത് പഠിച്ചു തന്നെ എടുക്കണം. അത് ഒന്നും എനിക്കൊന്നും ആർക്കും പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. പിന്നെ എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് ആരും എന്നെ ഉപദേശിച്ചാലും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ഞാൻ എന്താ അനുഭവിച്ചേ പഠിക്കുള്ളൂ എന്നുള്ളൊരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പൊ രസമാണ്, പക്ഷെ നമുക്ക് കുറ്റബോധങ്ങളൊന്നും ഇല്ല. വേദനിപ്പിച്ചിട്ടുണ്ട്. അത് മൊത്തം സങ്കടങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യുക? ഞാൻ കാറിൽ ഒറ്റയ്ക്ക് പാട്ടിട്ട് കരയും, ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് അടിച്ചു പൊളിച്ചിരുന്ന് ചിരിക്കും. എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല. അതിപ്പോ ഞാൻ ഒരു ചെറിയ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെറിയ വിഷമം സീൻ മതി എന്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കരയാൻ. അതുപോലെ ചെറിയൊരു കോമഡി മതി എനിക്ക് ഭയങ്കരമായിട്ടിരുന്ന് ചിരിക്കാൻ. ചിരി കൺട്രോൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടാണ്, കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പാടാണ്. എന്റെ ഇമോഷൻസ് എനിക്ക് ഭയങ്കര വിഷമം വരുമ്പോൾ എനിക്ക് ആരോടും വിഷമം ഷെയർ ചെയ്യാൻ അറിയത്തില്ല. അത് ഞാൻ കുറച്ചു നേരം പാട്ട് കേട്ട് ഈ പാട്ടിന്റെ ബീറ്റ് മാറി മാറി വിഷമപ്പാട്ടിൽ നിന്ന് തുടങ്ങി ഒരു അടിച്ചുപൊളി പാട്ടിൽ തീരാവുന്നതേ ഉള്ളൂ എനിക്കുള്ള വിഷമങ്ങൾ. ഏറ്റവും വിഷമം ഉണ്ടായ മുഹൂർത്തം ഏതായിരിക്കും? അങ്ങനെ എനിക്ക് അങ്ങനെ ജീവിതത്തിൽ അത്ര വലിയ വിഷമങ്ങൾ, ഈ പറഞ്ഞ സിനിമകളുടെ പരാജയമൊന്നും ഞാൻ അറിയാറില്ല. കാര്യം സിനിമ ഇറങ്ങി നമുക്ക് ഈ സിനിമയിൽ മാത്രമുള്ളൂ. ആദ്യത്തെ ഒരു ഷോ കഴിയുമ്പോൾ എല്ലാരും പറയും സിനിമ സൂപ്പർ ഹിറ്റ്. പിന്നെ ഇതിങ്ങനെ തണുത്ത് വരുന്നുണ്ട്, നമുക്കത് മനസ്സിലാവില്ല. സൂപ്പർ ഹിറ്റ് ആണല്ലോ, അങ്ങനെയാണല്ലോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നവർ പറയുന്നത്. സത്യസന്ധ കാര്യം പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും നമുക്ക് ബാധിച്ചിട്ടില്ല. വിഷമം ഇല്ല, എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, നേരത്തെ അറിയപ്പെടുന്നു ഇപ്പോഴും തൊടുപുഴയിൽ പോയാൽ കേരളത്തിൽ എവിടെ പോയാലും പറയപ്പെടുന്നത് അത് ഷൗക്കത്ത് അലിയുടെ മോൻ ആസിഫ് അലി ആന്ന് പറയും അല്ലേ? ഷൗക്കത്ത് അലിയുടെ മോൻ അസ്കർ അലി. അങ്ങനെയാണ് ആസിഫ് അലി ഇപ്പോഴും തൊടുപുഴക്കാർ, അത് ഷൗക്കത്ത് അലിക്കാരുടെ മോനാ അങ്ങനെ പറയാം. തൊഴിലക്കാർ എവിടെ പോലെ തൊടുപുഴക്കാർ ലോകത്ത് എവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുള്ളൂ. ആസിഫ് അലി എന്നല്ല, ഷൗക്കത്ത് അലിക്കാരുടെ മോൻ എന്നാണ് പറയുന്നത്. അസ്കർ അലീനെ ഇപ്പൊ പറയാറുള്ളത് എങ്ങനെയായിരിക്കും? ഷൗക്കത്ത് അലിക്കാരുടെ കൂട്ടിയല്ല അസ്കർ അലീനെ പറയുന്നത്. എന്നെ രണ്ടും പറയും, ഷൗക്കത്ത് അലിക്കാരുടെ മോനാണ് ആസിഫിന്റെ അനിയനാണെന്ന് കൂടെ പറയും അല്ലെ? ഇത് രണ്ടും കൂടെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതൊരു വല്ലാത്തൊരു പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ ഏറ്റവും അവസാനം ഇവൻ സിനിമയിലുണ്ടെന്നും കൂടെ പറയും. അപ്പൊ ഈ കേൾക്കുന്ന ആളിങ്ങനെ നോക്കിയിരിക്കും ഏത് സിനിമയില്. അതാണ് ഏറ്റവും വലിയൊരു അവസ്ഥ. ആ ഒരു അവസ്ഥ വല്ലാത്ത അവസ്ഥയല്ലേ? ഇവര് നമ്മൾ പരിചയപ്പെടുത്തുമ്പോ അറിയില്ലേ സിനിമ പറഞ്ഞാന്ന്. നമ്മളിങ്ങനെ പെട്ട് ഇവരിങ്ങനെ നോക്കിയിരിക്കും. ഇടയ്ക്ക് ചിലവർ വന്നിട്ട് ഏത് സിനിമയില്
പിന്നെ ഞാനിരുന്ന് കഥ പറയണോ ഏതൊക്കെ പിന്നെ ഇതിന്റെ സിനിമയിൽ സിനിമ അഭിനയിച്ചു. പക്ഷെ അത് മാറ്റിമറിക്കാൻ പോവാണ് ഈ സംഭവം. ഇതിന്റെ പേര് തന്നെ നമ്മളൊരു ഒരാളോട് സമയം സംഭവം എന്ന് എത്ര പ്രാവശ്യം പറയാറുണ്ടല്ലേ, മറ്റേ സംഭവം ഈ സംഭവം അത് തന്നെയായിരിക്കും ഈ സിനിമ. സംഭവം ഇറങ്ങുമ്പോൾ അസ്കർ ആരാണെന്ന് പ്രേക്ഷകർ ഇനി നടനെന്ന് പരിചയപ്പെടുത്തുന്ന കാര്യം വരില്ല, ഇനി പരിചയപ്പെടുത്തും. ആസിഫ് അലിയുടെയും മറ്റേ സംഭവത്തിൽ അഭിനയിച്ച ആ രീതിക്കായിരിക്കും ഇത് വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. അസ്കറെ, ഇത് അങ്ങനത്തെ ഒരു മൂവി ആയിരിക്കും. അത്രമാത്രം അസ്കർ അലിയുടെ യാത്ര മനസ്സുകൊണ്ട് അറിയാവുന്ന ഒരാളെ. ഇപ്പം ഒരു വാക്ക് പറഞ്ഞു, ഇതെൻ്റെ ജീവിതമാണ്, എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് ഉള്ളിൽ നിന്നും വന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയുള്ളൂ ഇനി. അതെ, എത്രയോ സിനിമകൾ നമ്മൾ അഭിനയിച്ചു അല്ലേ, എത്രയോ സിനിമകൾ ചിലവർക്ക് അറിയില്ല എന്ന് പറയുന്നത്. എത്രയോ സിനിമകൾ നായകനായിട്ട് എത്രയോ സിനിമകൾ വന്നു. ഹണീബിൽ എന്ത് നല്ല കഥാപാത്രമായിരുന്നു അല്ലേ, ലാലേട്ടൻ കൊണ്ടുവച്ചങ്ങനെ എന്ത് നല്ല കഥാപാത്രം. ഞാൻ എപ്പോഴും സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന പടങ്ങൾ ഒരു മിനിമം ക്വാളിറ്റി ആയിരിക്കും. ഞാൻ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഒരു മിനിമം ക്വാളിറ്റി, അതൊരു സിനിമയായിരിക്കണം. കാണുന്നവന് ഭയങ്കര മോശം എന്ന് പറയാനോ അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് കിട്ടണം, വിഷ്വലിയോ മ്യൂസിക്കലിയോ. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത ഒരു വളരെ മോശം പടത്തിൽ ഞാൻ പോയി അഭിനയിക്കരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു പടവും അല്ലാതെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ നോക്കി മാത്രം സിനിമകൾ ഞാൻ ചെയ്യാൻ. അതാണ് എന്റെ സിനിമകൾ ഏറ്റവും കുറയുന്നതും. ഞാൻ അത്രയും ഇപ്പൊ വിജയങ്ങളില്ലെങ്കിലും ഞാൻ ചെയ്തത് ഒരു വളരെ മോശം പടം, നമുക്ക് മോശമോ അല്ലെങ്കിൽ കാണുന്നവർ വളരെ മോശം പടം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഉള്ളൊരു പടം ഞാൻ ചെയ്തിട്ടില്ല. അതാണ് എനിക്കിപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഈ പറഞ്ഞ ഇത്രയും വർഷം കൂടിയിട്ടാണെങ്കിലും എനിക്ക് നല്ല പടങ്ങൾ അല്ലെ ക്വാളിറ്റി ഉള്ള പടങ്ങൾ എനിക്ക് തോന്നുന്നു വരാൻ കാരണവും ഞാൻ നിൽക്കുന്ന പ്രോജക്റ്റിൽ ഞാൻ 100% ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുള്ളൂ. എനിക്ക് ഒരേ സമയത്ത് 2 പടം ചെയ്യാൻ പറ്റില്ല. എനിക്ക് അവരുടെ കൂടെ പ്രോസസ്സിൽ പങ്കെടുത്ത് പഠിച്ചാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അത്രയും ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് എനിക്ക് ജന്മനായില്ല എന്ന് വിചാരിക്കട്ടെ. എനിക്ക് ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത് ഞാൻ സിനിമ തീർക്കുന്ന വരെ അതിന്റെ പ്രൊമോഷൻ വരെ അതിന്റെ കൂടെ നിൽക്കുക, അതാണ് എനിക്ക് അറിയാവുന്നത്. ഇക്കാക്ക സിനിമയിൽ വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇക്ക സിനിമ വരുന്ന ഇക്ക ഞാൻ പറഞ്ഞില്ല, പണ്ട് അത്ഭുത ദ്വീപ് നമ്മുടെ തൊടുപുഴയില് ന്യൂ തിയേറ്ററിൽ അതിന്റെ ഉള്ളിലായിരുന്നു വിനയ് സാറിന്റെ അല്ല ഷൂട്ടല്ല, ന്യൂ തിയേറ്ററിൽ ഇരുന്ന് ഈ സിനിമ കാണുമ്പോഴത്തേക്കും ഇക്ക എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ എന്റെ സിനിമയും വരുവടാ. അത് ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, സിനിമയിലേക്ക് എത്തിയിട്ടും കൂടെ ഇല്ല. ഇല്ല. ആ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കൊക്കെ നമ്മള് ഇത് ലൊക്കേഷൻ കുറെ പോയിട്ടുണ്ട്. ഏക്കാട് കൂടെ കോട്ടയത്ത് ക്ലാസ്മേറ്റ്സ് ഷൂട്ട് നടക്കുമ്പോ അതിന്റെ ലൊക്കേഷനിൽ പോയി കാണാൻ പോയിട്ട് ഷൂട്ട് കാണാൻ. അവിടെ ഉമ്മാടെ വീട് കോട്ടയാറുണ്ട്. അവിടെ പോകുമ്പോഴത്തേക്കും മറ്റേ CMS ഷൂട്ട് നടക്കുന്നതും പറഞ്ഞു വെറുതെ കാണാൻ പോകും. നമ്മള് ഫ്രണ്ട്സ് ഇക്കാടെ കസിൻസോ അങ്ങനെ ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ ഏതൊരു സ്ഥലത്ത് വെച്ച് പണ്ട് ചാക്കോച്ചന്റെ കൂടെ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഇക്കായ എടുത്തു തന്നെ. ഇക്ക പോയിട്ട് ചോദിച്ചു ഇങ്ങനെ, സാർ ഒരു ഫോട്ടോ പിന്നെ അനിയനെ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. സിനിമയിലൊക്കെ വരുന്നതിന് കുറെ മുമ്പ്. അങ്ങനെ നമ്മള് സാധാരണ പോലെ സെറ്റിൽ പോയി ഇത് നടന്നു. പിന്നെ നമ്മുടെ മറ്റേ ഈ ഇത് കഥ പറയുമ്പോൾ തൊടുപുഴയിലും അതിന്റെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. ഞങ്ങള് ഓർക്കണ്ട മമ്മൂക്ക ഒരു ഫാനൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരു ചായയും പിടിച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങള് ഡീപ്പോളിന്റെ താഴെ ഒരു ഇതില്ല, ഡീപ്പോൾ സ്കൂളിന്റെ താഴെ ഒരു ഇതായിട്ട് കാണിക്കുന്നത് മുകേഷ് ഏട്ടനൊക്കെ ഉള്ള ഒരു അവിടെ പോയി ഷൂട്ടൊക്കെ കണ്ടിട്ടുണ്ട് നമ്മള്. അന്നൊന്നും ഓർത്തല്ലേ. ഇപ്പം മമ്മൂക്ക ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അനിയൻ, അതെ അല്ലേ, ആസിഫിക്ക ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചേട്ടൻ എന്ന രീതിക്കാണ് മമ്മൂക്കായും ആസിഫിലുള്ള സ്വപ്നത്തിൽ വിചാരം. അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു വിചാരം പോലും ഇല്ലായിരുന്നല്ലോ അല്ലേ? ആസിഫിന് അന്നും സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഉറപ്പായിട്ടുണ്ട്. എനിക്ക് അറിയില്ലല്ലോ സിനിമയിലുള്ളത്. എനിക്ക് ആ പ്രായത്തിൽ സിനിമ എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് കയറാൻ പറ്റുന്ന സാധനമാണോ, ഇത് റിയൽ ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് പോലും അറിയില്ല. അന്നൊന്നാമത് നമ്മൾ ഇന്റർവ്യൂസ് ഇല്ല, നമ്മൾ യൂട്യൂബില്ല, ഒന്നുമില്ലല്ലോ. നമ്മള് ചാനലിലും TV-യിലും മാത്രമല്ലേ ഇവരെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ നേരെയുള്ള ഇതൊക്കെ നമ്മളിപ്പോ സാധാരണക്കാർക്ക് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ, അങ്ങനെ നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് നിൽക്ക വരുന്നു. എനിക്ക് തോന്നുന്നു ഋതു സിനിമ ഇറങ്ങുമ്പോ ഒരു അന്ന് കൈരളി ചാനലിലോ എന്താണ് ഒരു ഇത് വരുന്നത്, ശ്യാമപ്രസാദ് സാറിന്റെ ഒരു പടത്തിന്റെ ഷൂട്ട്. ഞാൻ കണ്ടിട്ട് നല്ല കണ്ടുപിടിച്ചുള്ള ഒരാളാണല്ലോ ചാനലില്.
ഇത് ഞാൻ കണ്ടിട്ട് അപ്പൊ വീട്ടിൽ പറഞ്ഞിട്ടില്ലേ? ഇല്ല, വീട്ടിൽ പറഞ്ഞിട്ടില്ല. വീട്ടിൽ ഋതു സിനിമ അഭിനയിച്ച് ഇറങ്ങുന്നതിന് ഈ ചാനൽ ഈ പ്രോഗ്രാം വരുമ്പോഴാണ് അറിയണത്. ഇത് മറ്റേ മുടിയൊക്കെ വളർത്തി മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ വരുന്നു. അന്ന് എന്നിട്ട് എറണാകുളത്ത് നിന്ന് രാത്രി ബസ്സില് തൊടുപുഴ എത്തി. അന്ന് അപ്പൊ വാപ്പായും ഉമ്മ ഇല്ല, ഞാനേ ഉള്ളു വീട്ടില്. അപ്പൊ ഇങ്ങനെ കേറിപ്പോയപ്പോ എന്നോട് ഇന്ന് ഈ പ്രോഗ്രാം പിറ്റേ ദിവസം റിപ്പീറ്റ് ഉണ്ട് 11 മണിക്ക്. 11 മണിക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, ഒന്ന് ടി വി വെക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ കണ്ടു. എന്തിന്? ശരി പോയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാഗസിനിൽ പിന്നെ വാപ്പ മേഘ അറിഞ്ഞു. പിന്നെ അറിയണല്ലേ? ഓഡിഷൻ പോയപ്പോ ഒന്നും പറഞ്ഞില്ല. ഇക്ക മറ്റേ ഒരു ഓഡിഷന് പോയത് എനിക്കറിയാവുന്നത് അമൃത ടിവിയില് ഒരു ഓഡിഷൻ ഇതുണ്ടായിരുന്നു, ബെസ്റ്റ് ആക്ടർ എന്നും പറഞ്ഞൊരു ഷോ പ്രോഗ്രാം. അതിന്റെ ഓഡിഷന് പോയി. അത് മറ്റേ റിയാലിറ്റി ഷോ. അതിന് പോയിട്ട് ആദ്യ ദിവസം തന്നെ ആദ്യ ഇതിൽ തന്നെ പുറത്തായി. അതൊക്കെ ഞാൻ ഓർക്കണ്ടേ ഓഡിഷന് പോയത്. പിന്നെ പണ്ട് വേറെ ഏതൊക്കെ ഓഡിഷന് ചെറിയ പോയത് അവിടെ ഇവിടെ ഒക്കെ ഞാൻ ഈ ഫ്രണ്ട്സിനോട് അന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ കേൾക്കും. എനിക്ക് പണ്ടേ ഇക്കാടെ മറ്റേ ഒളിച്ചിരുന്ന് കേക്കൽ, എന്താണ് ഇക്ക ആരോടാ സംസാരിക്കണേ എന്നൊക്കെ ആ സമയത്തൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാ വീട്ടിലെ സാഹചര്യം അങ്ങനെയാണല്ലോ, ലാൻഡ് ഫോണിലൂടെയാണല്ലോ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എസ് ആവശ്യമായിരുന്നല്ലോ ആദ്യം വരുന്നത്. ഇവിടെ നിന്ന് സിനിമാ സ്വപ്നത്തോടു കൂടിയാണല്ലോ വരുന്നത്. അന്ന് ഞാൻ ഇന്ത്യ ആവശ്യത്തിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ഈ പൈപ്പ് ലൈനിലാണല്ലോ ഓഫീസ്. അപ്പം അന്ന് തൊട്ട് എനിക്ക് ആസിഫിനെ കാണുന്നുണ്ടല്ലോ. അവിടെ നിന്ന് ആങ്കർ ചെയ്ത് ഇങ്ങനെ തുടങ്ങി. അപ്പോഴും സിനിമാ മോഹമായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. എനിക്കിപ്പോഴും ഉണ്ട് വാപ്പിച്ചി എന്നോട് കൊണ്ട് അവൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, അവൻ്റെ ആഗ്രഹം സിനിമയാന്ന്, പക്ഷേ പഠിത്തമൊന്നും നടക്കണില്ല എന്നും പറഞ്ഞിട്ടാണ് വാപ്പിച്ചി കൊണ്ടുവിടുകയും ചെയ്തിട്ടുണ്ട്. മുനീർ സാഹിബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ വന്നു. കൈപ്പാട് സലീമൊക്കെ അതിനകത്തൊരു ഭാഗമായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം നികേഷ് സാറ് ആസിഫിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. ആസിഫ് നടനാവുന്നു. അതിന് നികേഷ് സാർ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നികേഷ് സാറിൻ്റെ ഒരു കുറേ ചോദ്യങ്ങൾ ഇപ്പോഴും വൈറലായിട്ട് എടുത്തു വയ്ക്കാം. നികേഷ് സാറിൻ്റെ അടുത്ത് ആസിഫ് അന്ന് പറഞ്ഞ്, ഞാൻ ജീവിതത്തിൽ ലാലേട്ടനൊന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച ചരിത്രമൊക്കെ പറയാനുണ്ട്. ആ ആസിഫ് ഇവിടെ എത്തി നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലെ സന്തോഷം ആ വാപ്പായ്ക്കും ഉമ്മായിക്കും നിൽക്കും, ആ കൂടെ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന സന്തോഷം അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അസ്കറെ. അത്ര അധ്വാനിച്ച് തന്നെയാണ് ആസിഫ് വന്നത്. ആ അധ്വാനത്തിൻ്റെ പകുതി പോലും ചിലപ്പോൾ അസ്കർ അധ്വാനിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു. പക്ഷേ പറഞ്ഞൊരു വാക്ക്, എനിക്കിതേ അറിയുള്ളൂ, ഇതാണ് എൻ്റെ ജീവൻ, അതിലേക്ക് ഞാൻ കൊണ്ടേ എത്തിച്ചെന്നുള്ളതാണ്. ആ ഫലം ഈ സിനിമ ഉണ്ടാക്കി തരും. അത് വാപ്പച്ചിയും ഉമ്മച്ചിയും ഒക്കെ അങ്ങനെ തന്നെ ആഗ്രഹിച്ചിരിപ്പുണ്ട്. വാപ്പച്ചിയുടെ മുഖത്തിലൊരു ആ ഒരു സംഭവം, വാപ്പച്ചി അങ്ങനെ ഒന്നും പറയണ ആളല്ല. അസ്കറുമായിട്ടല്ല കൂടുതൽ, ആസിഫായിട്ടാണ് വാപ്പച്ചി കൂടുതൽ അടുത്ത. വാപ്പ കുറച്ചുകൂടെ ഇക്കാടാണ് സംസാരിക്കുന്നത്. എന്നോട് സംസാരിക്കും, പക്ഷെ ഇക്കായിട്ടാ കൂടുതൽ അടുപ്പല്ലേ. അത് ഇക്കായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ വഴക്കിട്ടേക്കണായിരിക്കും. അതുകൊണ്ടാണ് പഠിക്കുന്ന കാലത്ത് കുട്ടിക്കാലത്ത് കൊണ്ടുവിടുന്ന ഒരു ഓർമ്മ കുറച്ച് മുങ്ങിക്കളയുന്ന ഇതാ. ഇക്ക പിന്നെ കറക്റ്റ് ആയിട്ട് പെടും വാപ്പാടെ അടുത്ത്. പക്ഷെ അവര് ഭയങ്കര ബോണ്ടാ ഇക്കായും വാപ്പായും. അത് ഭയങ്കര ഞാൻ ഇപ്പൊ ഞാൻ ആസ്വദിക്കുന്ന ഒരു ഇതാ ഇവര് ഒരുമിച്ചിരിക്കുന്നതും. എനിക്ക് എവിടെയൊക്കെയോ ഇക്ക വാപ്പ തന്നെയാണ് എന്ന് എനിക്ക് ഇവരെ കാണുമ്പോൾ തോന്നും. വലിയ വാപ്പ ഇല്ലാത്ത സമയത്താണെങ്കിലും ഇക്ക സംസാരിക്കുമ്പോഴും ഭയങ്കര സിമിലാരിറ്റിയാണ് ഇക്കായും വാപ്പയും നമ്മ ഈ സ്വഭാവത്തിൽ ആളുകളോട് പെരുമാറുന്നതാണെങ്കിലും. അത് എനിക്ക് രണ്ടുപേരും ഇപ്പൊ എനിക്ക് ഒരുപോലെ. ഈ നമ്മുടെ നാട്ടിൽ ഉണ്ടപ്ലാവിൽ പോകുമ്പോൾ അസ്കർ അങ്ങനെ എല്ലാവരുമായിട്ട് അത്ര കമ്പനിയല്ല എനിക്ക് തോന്നുന്നു. പക്ഷെ ആസിഫ് എല്ലാവരുമായിട്ട്, അപ്പു എന്ന് വെച്ചാൽ ഉണ്ടപ്ലാവിലെ പിള്ളേർക്ക് അപ്പുവാ അല്ലേ? അവിടെ ഇറങ്ങുക, ആ ബാർബർ ഷോപ്പ് ഇരിക്കുക, അവിടെ കടയിൽ പോയി ഇരിക്കുക. പണ്ട് തൊട്ട് അങ്ങനെയായിരുന്നു. ഇപ്പോഴും ആ ഒരു പോയി കഴിഞ്ഞാൽ ഈ അപ്പുവിനെ കാണാൻ പിള്ളേരെത്തും. അസ്കർ അത്ര അവിടെ ഒരു അടുപ്പം കുറവാണ്. ഫ്രണ്ട്സ് സർക്കിൾ വളരെ കുറവായിരുന്നു. കാര്യം ഞാൻ ഒന്ന് സെറ്റായി വന്നപ്പോഴേ ഇക്ക പെട്ടെന്ന് ബോർഡിങ്ങിലേക്കൊക്കെ പോയി. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് വളരെ അടുത്ത വീട്ടിലെ 2-3 ഫ്രണ്ട്സൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ സ്കൂളിലെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളായിരുന്നു. അവിടെ കവലയിൽ എൻ്റെ പരിപാടി കുറവായിരുന്നു. അതുകൊണ്ട് അറിയാം, എല്ലാരും ഇപ്പൊ കാണുമ്പോൾ എല്ലാരും അറിയാവുന്നതാണ്. എല്ലാവരും അറിയാം. നമ്മളിപ്പം പെരുന്നാളിലാണെങ്കിലും അവിടെ പോയിക്കുമ്പോൾ ആൾക്കാർ വന്ന് നമ്മൾ കാണും. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വരുന്നത് നമ്മൾ കാണാറുള്ള ആ സമയങ്ങളാണ് നിങ്ങൾ എല്ലാവരും പിള്ളേർ കാണാൻ വരുന്നത്. പക്ഷെ അവിടെയുള്ള ആ കൂട്ടുകെട്ട് ആസിഫായിട്ട് ഇപ്പോഴും നിലനിർത്തി. അവര് ക്രിക്കറ്റ് കളിയും ക്രിക്കറ്റും പരിപാടിയും പേര് പറയുകയാണെങ്കിൽ കുറെ പേര് ഓർമ്മയില്ല. നമുക്ക് ഫായിദിന്റെ പേരൊക്കെ എടുത്തു പറയാം. ഷിബി, പിന്നെ ഈ നമ്മുടെ യു കെയിലുള്ള ലണ്ടനിലുള്ള ചിപ്പി അല്ലേ, ആ ഗ്യാങ്, അമീർ, അങ്ങനെ കുറെ പേരുണ്ട് ആസിഫിന്. അത് അന്നും ഇന്നും ഒരേപോലെ ആസിഫ് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ
ആ കൂട്ടുകെട്ട് ആസിഫ് നമ്മളെ ഗ്രാമത്തിൽ നിന്നുള്ള കൂട്ടുകെട്ട് ആസിഫ് കളഞ്ഞിട്ടില്ല. അത് വലിയൊരു മാതൃകയാണ് ആസിഫ്. ആസിഫിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടപ്പെട്ട് എന്തെങ്കിലും അസ്കർ അനിയൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. സന്തോഷ മുഹൂർത്തങ്ങൾ? സന്തോഷം ഇടയ്ക്ക് വന്ന് എന്നെ കെട്ടിപ്പിടിക്കും. അപ്പൊ എനിക്ക് മനസ്സിലാവും ഈ അവാർഡൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്നെ എത്ര പേരുണ്ടെങ്കിലും പുള്ളി എന്നെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്തോ നമ്മൾ നേടിയിടാ എന്നുള്ളൊരു സാധനം ആ ഒരു ഹഗ്ഗിൽ എനിക്ക് മനസ്സിലാവും. പുള്ളി കാണിക്കും. പുള്ളിക്ക് ഇപ്പൊ എപ്പോഴും ഞാൻ കൂടെ വേണം എന്നൊരു, പണ്ട് ഞാൻ പറഞ്ഞില്ല ഞങ്ങള് ഒരുമിച്ച് ഒരിക്കലും നടക്കാത്തൊരു രണ്ടുപേർ എനിക്ക് ചേട്ടറ് വേറൊരു. ഇപ്പൊ ഞങ്ങൾ കുറച്ചുകൂടെ സമയം കിട്ടുമ്പോഴൊക്കെ കൂടുതലും ഇക്കായിട്ടിരിക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ ട്രിപ്പ് പോകാനും പുറത്തേക്ക് പോകാനും നമ്മൾ ഒരുമിച്ചായി. എന്തോ അവസാനം ഇപ്പോൾ ഒരുമിച്ചാണ് നമ്മൾ കൂടുതലും. പറഞ്ഞ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇക്ക ഭയങ്കരമായിട്ട് നോക്കുന്നു. ഞങ്ങൾ ഇതുപോലെ വാപ്പായും ഉമ്മായുമായിട്ട് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇപ്പം അതൊരു വേണ്ട കാര്യങ്ങളാണല്ലോ അല്ലേ. ഇനിയൊരു സിനിമ അഭിനയം, കുറച്ച് സിനിമകളായിട്ട് നമ്മൾ അറിയപ്പെടുന്ന സിനിമകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ഒരു സിനിമയിലാണ് എനിക്കിത് കണ്ടിട്ട് ഈ കഥകൾ കേട്ടിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അസ്കറിനെ അറിയപ്പെടുമെന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം അത് തന്നെയാണ് കേട്ടോ. അതിനൊരു മാറ്റവും ഇല്ല. ഈ സബ്ജക്റ്റ് അതാണ്. അസ്കറിൻ്റെ ജീവിതത്തിൽ ആസിഫ് അലി ചെയ്തു വെച്ച സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഒത്തിരി സിനിമ അസ്കർ ചെയ്തിട്ടുണ്ട്. ആസിഫ് ചെയ്തിട്ടുണ്ട്. അസ്കറിന് ഏതായിരിക്കും? എനിക്ക് ബാച്ചിലർ പാർട്ടി ഭയങ്കര ഇഷ്ടമാണ്. ബാച്ചിലർ പാർട്ടി എനിക്ക് എൻ്റെ ഇക്കാൻ അത്ര സ്റ്റൈലിഷ് ആയിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ബാച്ചിലർ പാർട്ടി ഇഷ്ടമാണ് എനിക്ക്. പിന്നെ പണ്ട് നമ്മൾ ഈ വയലിൻ സിനിമ സിബി സാറിൻ്റെ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇക്ക സിനിമ വന്നിട്ട് എനിക്ക് അത്ര ഇമോഷണലി ചെയ്യുന്ന സിനിമകളല്ല. അപ്പോൾ എനിക്ക് ആ പ്രായത്തിൽ എൻ്റെ മനസ്സിൽ തട്ടേക്കുന്ന സിനിമയാണ് വയലിൻ, ഋതു, കുറേ സിനിമകളുണ്ട്. എനിക്ക് പഴയ പടങ്ങൾ ഭയങ്കര ഇഷ്ടമായി. ആസിഫ് അലി സിനിമയിൽ അഭിനയിക്കുന്ന മുഹൂർത്തത്തിൽ കരയുന്ന സീനുണ്ടെങ്കിൽ അസ്കറിന്റെ അവസ്ഥ എന്തായിരിക്കും തിയേറ്ററിൽ? പൊട്ടിക്കരയും. എനിക്ക് ഒരു നിമിഷം ഇക്കാടെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പിടിവിട്ടു. തിയേറ്ററിൽ കിഷ്കിന്താകാന്ഡത്തിൽ ലാസ്റ്റ് കാറിൽ ഇരുന്ന് കരയണ സമയത്ത് എനിക്ക് മറ്റേ ശ്വാസം മുട്ടി അത് ഇച്ചിരി പാടാ, എനിക്ക് പിടിച്ചിരിക്കാൻ പാടാ. വാപ്പിച്ചൊക്കെ വാപ്പാക്ക് ഇപ്പൊ ഇച്ചിരി കണ്ണു പറയല് കൂടുതലായി. വാപ്പയുടെ കണ്ണും ചെറുപ്പത്തിൽ ഞാൻ ഇതുവരെ നിറഞ്ഞ് കണ്ടിട്ടൊന്നുമില്ല. ഇപ്പൊ പുള്ളി കുറച്ച് ഇമോഷണലി വാപ്പ ഭയങ്കര വാപ്പാക്ക് ഇപ്പൊ ഞങ്ങളെ എപ്പോഴും കാണണം. പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ വാപ്പാനെ തീരെ കിട്ടിയിട്ടില്ല. വാപ്പ രാഷ്ട്രീയവും വീട്ടിലുണ്ടെങ്കിലും അത്ര ആളുകൾ വീട്ടിലുണ്ടാവും. ഗേറ്റിന്റെ ഉള്ളിൽ എപ്പോഴും ആളുണ്ടല്ലോ. എപ്പോഴും വീണ്ടും കുറെ ആൾക്കാർ കാണും. അപ്പൊ ഇപ്പൊ വാപ്പാക്ക് ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതും, വാപ്പാക്ക് ഞങ്ങളെ കാണണം. എപ്പോ വരണം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിൽ 2 ദിവസം നിന്നിട്ട് എറണാകുളത്ത് തിരിച്ചു വരുവാണെങ്കിൽ എന്തിനാടാ പോയിട്ട് 2 ദിവസം കൂടെ നിൽക്കേ, അങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങി. മറ്റേ ഭയങ്കര സന്തോഷം ഫാമിലിയിലേക്ക് വന്നു തുടങ്ങി. അത് ഈ പറഞ്ഞ ഇക്കായും ഇത്താത്തായുമായിട്ട് കൊണ്ടുവരുന്നു. ഉമ്മച്ചി ഒരു ശാന്തശീലയാണ് അല്ലേ? ഉമ്മ ആണ് ഞങ്ങളുടെ ഉമ്മ. അടിപൊളിയാ ഉമ്മ. ഇപ്പൊ തഗ്ഗാണ് ഉമ്മ. ഞങ്ങളായിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും സംസാരിക്കും. ഞാനും ഉമ്മക്ക് തമ്മിൽ ഒരു അരമണിക്കൂറൊക്കെ ദിവസം സംസാരിക്കും. ഞങ്ങള് നാട്ടുകാരും ഒക്കെ പറഞ്ഞ് കുറച്ചുകൂടെ കാര്യം. അവരിപ്പോ അപ്പായും ഉമ്മയും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് അവർ ബോറടി മാറ്റാൻ വേണ്ടി പിന്നെ നമ്മളിപ്പോ മറ്റേ ഇത് തുടങ്ങിയിട്ടുണ്ട്, എല്ലാരും കൂടെ വീഡിയോ കോള്. അപ്പൊ എവിടെയാണേലും നമ്മളൊരു ദിവസം നമ്മൾ എല്ലാരും കൂടെ വീഡിയോ കോൾ ചെയ്ത് ഇക്കാണേലും ഇത്താത്താണേലും പിള്ളേരും ഇത്താത്തയുടെ പപ്പ ഉമ്മ വാപ്പ ഉമ്മ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഒരു വീഡിയോ കോള് ഇപ്പൊ ഒരു ട്രെൻഡായി മാറി. ഇപ്പൊ നമ്മൾ ഭയങ്കര സംസാരം ഇപ്പൊ അതില്. അത് ഒത്തിരി ആശ്വാസം കിട്ടോ വാപ്പാക്കൊക്കെ. വാപ്പ പിന്നെ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് അത് ചിന്തിക്കാൻ വാപ്പാക്ക് ചിന്ത കൂടുതലാണ്. അപ്പോൾ പണ്ടും അങ്ങനെ തന്നെ ചിന്ത കൂടുതലുള്ള ആളാണ്. ഒരാളെ കണ്ടാൽ അപ്പോൾ പഠിച്ചെടുക്കുന്ന ആളാണ്. അതാണ് ഷൗക്കത്തിലേക്കാട് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് അങ്ങനെ തന്നെ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലൂടെയാണ് 2 മക്കളും സിനിമാ നടനായി. ആ സിനിമാ നടന്മാരുടെ കൂടെ വാപ്പ യാത്ര ചെയ്യുന്നു. നേരത്തെ പറഞ്ഞാൽ ഒത്തിരി സംസാരമൊന്നുമില്ല, പക്ഷേ ഇപ്പോഴുള്ള ഇപ്പോൾ എടുത്തു പറഞ്ഞ
ഇപ്പൊ ആ സൗഹൃദവും ഇതും കാണുമ്പോൾ ഭയങ്കര കണ്ണ് അറിയുന്ന ഒരു ഫീൽ ഉണ്ടാകാറുണ്ട് തോന്നുന്നു അല്ലേ? അസ്കറായിരിക്കും കൂടുതൽ ഉൾക്കൊള്ളുന്ന തന്നെ എനിക്ക് തോന്നണം. ഞാനാണല്ലോ ഇവരുടെ എന്റെ കുറ്റമോ എന്റെ പ്രശ്നമോ പറയാനായിരുന്നല്ലോ ഇവരെല്ലാരും യോജിക്കുന്നത്. കാര്യം ഈ പറഞ്ഞ എല്ലാം കഴിഞ്ഞിട്ടും അച്ചൂടെ അവസ്ഥ എന്താ, എന്റെ അവസ്ഥ എന്താന്നുള്ളതാണല്ലോ വീണ്ടും. അപ്പോ ഞാൻ മറ്റേ ഇവര് എന്തൊക്കെ പറഞ്ഞു, വാപ്പ് വിളിച്ചിട്ട് എന്ത് പറഞ്ഞു, ഞാനത് ഇവരുടെ കണക്ഷൻ മെയിൻ പോയിന്റ് പറ്റിയുള്ള ആലോചനകളും. അച്ചു എന്ന അസ്കറിന് ഇടയ്ക്ക് നിൽക്കുന്ന ഇത്താത്തായിരിക്കും ഇപ്പൊ ആണ് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി. എല്ലാം ആസിഫിന്റെ അടുത്ത് സോൾവ് വേണം, വാപ്പച്ചിയുടെ അടുത്ത് സോൾവ് വേണം, ഉമ്മച്ചിയുടെ എല്ലാം സോൾവ് ചെയ്യണം ഇത്താത്തായിരിക്കും. ഈ പണ്ട് നേരത്തെയൊക്കെ ഈ ഇടയ്ക്ക് എനിക്ക് സിനിമ ഇല്ലായിരുന്ന സമയത്തൊക്കെ പെരുന്നാളിനൊക്കെ മറ്റേ വീട്ടിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഇത്താത്ത എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ട് പറയും, ഇത് നിന്റെ പൈസ നീ ഉമ്മാക്ക് കൊടുക്കുന്നതാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കണം. ഭാഗ്യമാണല്ലോ ഇത്. ഇതൊക്കെയാണ് ഫാമിലിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ സന്തോഷവും കിട്ടുന്നത്. ഇനി അത് തുടർന്നും ഉണ്ടാവട്ടെ. എല്ലാ പിന്നെ എല്ലാ ഭാഗ്യം ഇങ്ങനെ ഉണ്ടാവട്ടെ. അല്ല, അത് ഇത്താത്ത അറിഞ്ഞ് ചെയ്യുന്നതാണല്ലോ. വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് വേറെ ജോലിയൊന്നുമില്ല. അതെ, വാപ്പാക്കും ഉമ്മാക്കും ഫീൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ആ ഇത്താത്താനെ കൊണ്ടല്ലോ പൂട്ട് തുടങ്ങും കേട്ടോ. ആരും അങ്ങനെ ചെയ്യുന്നില്ല അസ്കറേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ആരും ചെയ്യുന്നവരല്ല കേട്ടോ. അത് എക്സ്പീരിയൻസ് കൊണ്ടും പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഞാനും ഈ കാലഘട്ടം കഴിഞ്ഞ് വന്നതല്ലേ, ആരും ചെയ്യുന്നില്ല അസ്കറേ. അത് ഇവർക്കൊക്കെ ജീവിതത്തിൽ തിരിച്ചെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതെനിക്ക് ചെയ്തേ പറ്റുള്ളൂ. അതേ പറഞ്ഞേ, എന്റെ സ്വപ്നങ്ങളും ഇനി വലുതാ. ഇവരുടെ ആഗ്രഹങ്ങളും ഇവരുടെ സന്തോഷവും എനിക്ക് തിരിച്ച് എന്നിലൂടെ കൊടുക്കാൻ പറ്റണം. ഇവരെനിക്ക് തരുന്ന സന്തോഷവും ആ ഒരു ഫീലും എനിക്ക് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണം. ഒരു കുടുംബത്തിൽ വന്നു കയറുന്നവരുടെ സ്വഭാവമായിരിക്കും ആ കുടുംബം എങ്ങനെയാവുന്നു എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്താത്തയുടെ വരവ്. ഈ കുടുംബം ഒന്നും കൂടെ ഹൈപ്പിലേക്കും സന്തോഷമുള്ള കുടുംബമായി മാറിയത്. അല്ലെങ്കിൽ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല നമുക്ക്. എല്ലാവർക്കും ഉണ്ടാകുന്നതല്ല. അത് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ മുഖ്യ ഘടകം ആസിഫ് എന്ന് പറഞ്ഞ ഇക്കാക്കയാണ്. ഇതെൻ്റെ അനിയനാണ് അല്ലേ, ഇതെൻ്റെ വാപ്പയാണ്, ഇതെൻ്റെ ഉമ്മയാണ്. അത് അവരുടെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടൊന്നും, അത് നിൻ്റെ വാപ്പയും ഉമ്മയാണ്, നിൻ്റെ അനിയനാണ്, അവിടെ നിന്നും പഠിപ്പിച്ചു കൊടുത്തേക്കുന്ന ഒരു കാലം. ആ രണ്ട് കുടുംബങ്ങൾ ആ വലിയ രീതിക്ക് ചേർന്നു. എനിക്ക് ഉമ്മച്ചിയുടെ ആസിഫിൻ്റെ ഉമ്മച്ചിയുടെ ഇൻ്റർവ്യൂ എടുത്തത് സിമിയായിരുന്നു. അന്ന് കുറേ കാര്യങ്ങൾ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ആസിഫിനെ കുറിച്ച്. ഉമ്മ പറഞ്ഞു. അതിനുശേഷം ഞാൻ കണ്ണൂർ ഒരു ഷോയ്ക്ക് പോയപ്പോൾ, ഞാൻ ആങ്കർ ചെയ്യാൻ പോയപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കുറേ സംസാരിച്ചു. അപ്പോഴും തൊടുപുഴക്കാര്യങ്ങൾ പറയാനുള്ളൂ. ആസിഫിൻ്റെ അമ്മായിയമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പം അത്രയും ബോണ്ടാണ് നിങ്ങൾ. അത് നിലനിന്ന് തന്നെ പോകാൻ സാധിക്കും. അസ്കറിൻ്റെ കണ്ണിലുണ്ടല്ല. ആ സക്കാത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ഇതുമ്പിപ്പോയി. അത് ഭയങ്കര സന്തോഷമാണ്. ഇനി അവർക്കത് തിരിച്ച് എന്നിലൂടെയും കൊടുക്കാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. അവരത്രയും പ്രതീക്ഷ നമുക്ക് കൊടുക്കേണ്ടതൊന്നുമല്ല. പക്ഷെ ഇത്താത്ത ഇത് എൻ്റെ വകയാട്ടോ അല്ലേ, ഈ പെരുന്നാൾ എൻ്റെ വകയാട്ടോ ഡ്രസ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ആഗ്രഹവും ആ മനസ്സിൽ ഒരു വല്ലാത്ത പ്രയാസം ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് എപ്പോഴും ഞാൻ ഫാമിലി ഇമോഷണൽ ആണ്. എനിക്ക് എല്ലാ ഫാമിലി ഇമോഷണൽ ആവണം. നമ്മൾ ആ ഒരു ബന്ധം അച്ഛനോടും അമ്മയോടും കൂടപ്പിറപ്പുകളോടും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അത് വേണം എല്ലാവരും ലൈഫിൽ. അത് കഴിഞ്ഞിട്ടേ വേറെന്തോ ഉള്ളൂ. അതെന്നെ ഇക്ക പഠിപ്പിച്ചിട്ടുണ്ട്, വാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്, ഉമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഫാമിലി അത് എന്നെ പഠിപ്പിച്ചു. അത് എല്ലാവർക്കും വേണ്ട കാര്യമാണ്. ഈ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? നല്ല ഉഴപ്പായിരുന്നു. ഞാനും ഉമ്മായും സ്കൂളിലേക്ക് പേരൻസ് മീറ്റിങ്ങിന് കയറിപ്പോയി കണ്ടു കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ട് ഞാനും ഉമ്മായും കയറി പോകുന്ന പോലെ. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഉമ്മാരെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ അകത്ത് നിന്ന് കരഞ്ഞ് ഉമ്മ ഒരു പരിവായിട്ട് ഇറങ്ങുന്നത്. ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞു, മറ്റേ നമ്മൾ മുതലക്കുളം സ്കൂളിലാണ് എനിക്ക് +1 ഇത് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ വാപ്പ തന്നെയാണ് മറ്റേ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. വാപ്പ തന്നെ കൗൺസിലർ, വാപ്പ തന്നെ റെക്കമെൻഡ് ചെയ്താണ്. എനിക്ക് 10th മാർക്ക് ഭയങ്കര കുറവായതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ വാങ്ങിക്കാം. അപ്പൊ അവിടെ ഇരിക്കുന്ന ഈ അഡ്മിഷൻ പ്രോസസ്സിൽ ഇരിക്കുന്ന സാറ് വേറൊരു സ്ഥലത്ത്, വാപ്പാനെ അറിയത്തില്ല. പുള്ളി എന്റെ മാർക്ക് ലിസ്റ്റ് നോക്കി റെക്കമെൻഡേഷൻ ഇത് നോക്കിയിട്ട് പറഞ്ഞു, ആ കൗൺസിലറിനോടൊന്നും പോയി പറയണോട്ടോ, ഇത്രയും കുറഞ്ഞ മാർക്കുള്ളവർക്കൊന്നും ഇവിടെ അഡ്മിഷൻ ഒന്നും കൊടുക്കൂല. ഞാൻ മറ്റേ വാപ്പാടെ പുറത്ത് നോക്കിയ പുള്ളി പറയുന്നത്, ഞാനങ്ങ് തുരന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയാലോ എന്ന് ആലോചിച്ചു. വാപ്പ ഞാൻ ആ കൗൺസിലർ എന്റെ മകനാന്ന് പറഞ്ഞത്. കാര്യം അവരെ കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഇനി അത് തിരിച്ചു കൊടുക്കണം. പക്ഷെ ആ ഒരു നമ്മുടെ ആഗ്രഹം തന്നെയാണല്ലോ ഏറ്റവും വലുത്. ഇതെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ,
ഇത് കേൾക്കുമ്പോൾ നോക്കട്ടെ ഷൗക്കത്തിലൊക്കെ കണ്ണ് നിറഞ്ഞു പോകും. നമുക്ക് അത് ചെയ്യണമെന്നല്ല നമ്മുടെ നമുക്ക് നമ്മളെ കൊണ്ടൊന്നും പറ്റും, നമുക്ക് ചെയ്യണമെന്നുള്ള ചിന്താഗതി അസ്കറിനുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഒരു യാത്രയാണ്. നമ്മൾ പിന്നോട്ടല്ല, നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെ ആദ്യത്തെ സിനിമ ഇത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ എടുത്ത ഒരാളാണ്. ഞാനല്ലാണ്, അന്ന് എനിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ കേബിൾ ടി വി നടത്തുക, ഐനെറ്റ് എന്ന് പറയുന്ന കേബിൾ ടി വി നടത്തും. അന്ന് ഞാൻ ക്യാമറയ്ക്ക് പിന്നില്ല. അന്ന് ഇൻ്റർവ്യൂ ആസിഫ് അലിയുടെ എടുത്തത് നമ്മുടെ തൊടുപുഴയുള്ള പ്രിൻസ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റാണ്. SFIയിലൂടെ വന്ന, അറിയുമെന്ന് എനിക്കറിയില്ല, പ്രിൻസ് അഡ്വക്കേറ്റ്. അന്ന് അവിടെ നിന്നൊരു മാരുതി 800 കാർ ഓടിച്ച് 2 ദിവസം സുഹൃത്തുമായിട്ട് കാഞ്ഞിരപ്പള്ളി ഒന്ന് ഐനെറ്റ് സ്റ്റുഡിയോയിലിരുന്ന് ഇൻ്റർവ്യൂ. അന്നത്തെ കാലത്തോട്ടോ ആദ്യ സിനിമ. അതെനിക്ക് ആസിഫിനെ അറിയാം, ഇന്ത്യ വിഷനിലെ ഒരു ബന്ധമാണല്ലോ. എനിക്ക് ഇപ്പോഴത് ഓർമ്മ വന്നു. അന്ന് ആസിഫിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് പ്രിൻസ് ഇത് കാണും. നമ്മുടെ തൊഴിലുള്ള പ്രിൻസാണ്, അഡ്വക്കേറ്റ് ആണ്. നമുക്ക് അവിടെ ETV ന്യൂസ് ചാനൽ, അവിടെ ന്യൂസ് വായിച്ചിരുന്ന പ്രിൻസാണ്. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്ന ആ ആസിഫ് അലി എവിടെ എത്തിയിരിക്കുന്നു. ഈ അസ്കറും അവിടെ തന്നെ എത്തണം. ഇത് സൂപ്പർ ഹിറ്റ് ആണ്. മാർച്ച് 6-ാം തീയതിയാണ് റിലീസ്. എല്ലാവരും പോയി കാണുക. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന നമുക്ക് ഏറ്റവും അടുപ്പമുള്ള തൊട്ടടുത്ത പിറവങ്കാരനാണ്. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് തൊട്ട് ഇത് സിനിമയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പ്രൊഡ്യൂസർമാരൊന്നും ഇല്ലാതെ ഒത്തിരി ഓടിയിരുന്നു അല്ലേ. പക്ഷെ ഇപ്പൊ നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടി, അസ്കർ നായകനായി. അസ്കർ ത്രൂ അഭിനയിക്കുന്ന ഒരു സിനിമ അല്ലേ. അതെ, എന്റെ ആദ്യത്തെ മുഴുനീള വേഷം ഇതായിരിക്കും അല്ലേ. ഇതില് നായിക പ്രാധാന്യം ഒന്നുമില്ലല്ലോ അല്ലേ. എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഫോറിനേഴ്സിനൊക്കെ എങ്ങനെ കൊണ്ടുവന്നു ഇതിനകത്ത്? അതൊക്കെ കൊണ്ടുവന്ന് അത് പറയാം, സിനിമ കാണാനല്ലേ. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോർട്ട് ഫിലിമിൽ അത് ഒരു ഫോറിനേഴ്സിനെ പോലെ കാണിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഗ്രാഫിക്സ് മറ്റേ സ്റ്റിൽ ഫോട്ടോയിൽ വെച്ച് കാണിച്ചാൽ പോയിരിക്കുന്നത് അല്ലേ. ഇതെല്ലാം ഒറിജിനൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? 28 ദിവസം കൊണ്ടാണ് ഈ കാട്ടിലെ സിനിമ തീർത്തത്. ഒറ്റ ഷെഡ്യൂളിൽ നമ്മൾ തീർത്തത് 28 ദിവസം. പഴയ സിനിമകളൊക്കെ എടുത്ത പോലെ ഇപ്പൊ 100-150 ദിവസം എടുക്കുന്നത് 28 ദിവസം കൊണ്ടാണ്. ട്രെയിലർ കണ്ടിട്ട് തന്നെ ഒരു 20 ദിവസം വേണമെന്ന് എനിക്ക് തോന്നി. അത്രയും സാധനങ്ങൾ. അപ്പൊ സിനിമയിൽ എന്തായിരിക്കും അല്ലേ. നമ്മൾ ആ കാട്ടിൽ തന്നെ ജീവിച്ചു അല്ലേ. നമ്മള് 20 രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറഞ്ഞ റേഞ്ചില്ല, വേറെ ആരും എങ്ങോട്ടും പോയില്ല. അവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സെറ്റാക്കി. ഇപ്പൊ ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി. ഇതൊന്ന് പ്രേക്ഷകരിലേക്ക് ഒന്ന് പോയിട്ട് എന്താന്നുള്ള അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ അല്ലേ? ഭയങ്കര. എനിക്ക് തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എനിക്ക് ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഇതാണ്. എനിക്കൊന്ന് തിയേറ്ററിൽ കാണാൻ, എന്നെ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെ കൊണ്ടുപോയി കാണിക്കാൻ, എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടുപോയി കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന. ആസിഫും അന്നത്തെ ദിവസം പറഞ്ഞു എവിടെയാണ് ഷൂട്ടാണെങ്കിൽ ആസിഫ മറന്നു പോയല്ലോ. 6-ാം തീയതി തിയേറ്ററിൽ വന്നു. ഞാനൊന്ന് ആസ്വദിച്ചിരുന്നു, അതിപ്പോ കാണട്ടെ. കാണിക്കുന്ന എല്ലാവരും കാണിക്കും. എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ സിനിമാ മേഖലയിൽ തന്നെ ഫ്രണ്ട്സ് ഉണ്ട്. അസ്കർ വിളിച്ചാൽ വരാൻ പറ്റുന്ന എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാരും കൂടെ വന്നിരുന്നു. കൂടുതൽ എനിക്ക് എന്റെ കോളേജ് ഫ്രണ്ട്സ്, സ്കൂൾ ഫ്രണ്ട്സ്, നാട്ടിലെ കൂട്ടുകാര്, അവരൊക്കെ കാണണം. അത് ഉറപ്പിച്ചേക്കല്ലേ. എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പടം എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ഇതുവരെ ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല, ഒരു പടത്തിലും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടാണ്, ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. എങ്ങനെയുണ്ട്, എനിക്ക് അഭിനയിക്കാൻ അറിയാവുന്ന നിങ്ങളൊന്നും നോക്ക്. ആ സ്കൂൾ ഗ്രൂപ്പും കോളേജ് ഗ്രൂപ്പൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അവരോടൊക്കെ എല്ലാവരോടും പറഞ്ഞേക്കുവാണ് ഇപ്പൊ മാർച്ച് 6-ാം തീയതി എന്നുള്ളത്. മറക്കണ്ട. തൊടുപുഴയിൽ നിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അസ്കറിന്റെ പടം അസ്കർ അലി, ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലി, ഷൗക്കത്ത് അലിയുടെ മോൻ അസ്കർ അലി. ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടുകാരൻ തൊടുപുഴക്കാരും ഈ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. അതിനപ്പുറം ലോകത്തുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ചെറിയ ഷോർട്ട് ഫിലിമായിരുന്നു സംഭവം. അത് വലിയ സംഭവമാക്കി സിനിമയായിട്ട് തിയേറ്ററിലെത്തിയാണ്. മാർച്ച് 6-ാം തീയതി മറക്കരുത്. ആദ്യ ഷോ തന്നെ കാണുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. സിനിമ കണ്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൃത്യമായി ഫേസ്ബുക്കിലോ ഇതിലോ കുറിക്കാതെ വിളിച്ചു പറയുക. അതാണ് മാന്യത എന്ന് മാത്രം പറയുന്നു. ഒത്തിരി സന്തോഷം. അസ്കറെ കൂടെ ഉണ്ടാവും യാത്രയിൽ. ഈ സിനിമ കണ്ടിട്ട് അന്ന് തന്നെ വിളിക്കുക, അന്ന് തന്നെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.